മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലിൽ ദീപം തെളിയിക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഭക്തർ കാത്തിരുന്ന ദിവസമാണ് ഇന്ന്. മണ്ഡല മകരവിളക്ക് ദിനമാണ്. എപ്പോഴാകും നട തുറക്കുക? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? അശ്വതി, സ്വാമി ശരണം. ഈ 2 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ശബരിമല ശരണമന്ത്ര മുഖരിതമായി മാറുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി ഭക്തർ മല കയറി തുടങ്ങും. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശരണമന്ത്ര ധ്വനികൾ സന്നിധാനത്ത് വീണ്ടും മുഴങ്ങും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലിൽ ദീപം തെളിയിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ആഴിയിൽ അഗ്നി പകരുന്നതോടുകൂടി ഭക്തർ 18-ാം പടി കയറി തുടങ്ങും. ഇന്ന് പ്രത്യേക പൂജകളില്ല. നാളെ രാവിലെ 3 മണിക്ക് നട തുറന്ന് പതിവ് പൂജകൾ ആരംഭിക്കും. പതിവ് പൂജകൾ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള പതിവ് പൂജകൾ പൂർത്തിയാക്കി നാളെ മുതൽ ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ച് വീണ്ടും വൈകിട്ട് 3 മണിക്ക് നട തുറന്ന് 6:30-ക്ക് ദീപാരാധന, മറ്റ് പതിവ് പൂജകൾ, രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ജനുവരി 14-നാണ് ഇത്തവണത്തെ മകരവിളക്ക് മഹോത്സവം നടക്കുന്നത്. ഈ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ജനുവരി 11 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 11-ന് 12 തീയതികളിൽ 70,000 ഭക്തർക്കും 13-ാം തീയതി 35,000 ഭക്തർക്കും 14-ാം തീയതി 30,000 ഭക്തർക്കുമാണ് വെർച്വൽ ക്യൂ വഴി ദർശനം ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ജനുവരി 12-ാം തീയതിയാണ് പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത്. മകരസംക്രമ നാളിൽ ഭഗവാന് ചാർത്തുന്നതിനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ജനുവരി 12-ാം തീയതി പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ രാജപ്രതിനിധി നാരായണവർമ്മ തമ്പുരാൻ ഘോഷയാത്രയെ അനുഗമിക്കും. 12-ാം തീയതി പന്തളത്ത് നിന്ന് പുറപ്പെട്ട് വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 14-ാം തീയതി മകരസംക്രമ നാളിൽ ദീപാരാധനയ്ക്ക് മുൻപായിട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. ഭഗവാന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. 19-ാം തീയതി വരെയാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉള്ളത്. 18-ാം തീയതി വരെ നെയ്യഭിഷേകം നടത്താം. 19-ാം തീയതി ഹരിവരാസനം പാടി നടയടച്ചതിന് ശേഷം മാളികപ്പുറത്ത് വലിയ ഗുരുതി നടക്കും. 20-ാം തീയതി രാജപ്രതിനിധി ദർശനം നടത്തി മല ഇറങ്ങുന്നതോടുകൂടി ഇത്തവണത്തെ മകരവിളക്ക് തീർത്ഥാടനത്തിനും സമാപനമാകും. സന്നിധാനം ഇപ്പോൾ ശാന്തമാണ്. കാനന ശാന്തതയിലാണ് 2 ദിവസമായി സന്നിധാനം. തീർത്തും ശാന്തതയിലേക്ക് സന്നിധാനം മടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇനി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഭക്തർ ഇവിടേക്ക് ഒഴുകി എത്തുന്നതോടുകൂടി തന്നെ വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്നതോടുകൂടി തന്നെ സന്നിധാനത്തെ ഇപ്പോഴത്തെ ഈ നിശബ്ദത വളരെ വേഗത്തിൽ തന്നെ നിമിഷനേരം കൊണ്ട് തന്നെ ഭേദിക്കപ്പെടും. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. എന്തായാലും മകരജ്യോതിക്കായുള്ള കാത്തിരിപ്പാണ് ഇനി. മണ്ഡല മകരവിളക്ക് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ശ്രീകോവിലിൽ തന്ത്രി ദീപം തെളിയിക്കും. അതോടുകൂടി 2 ദിവസത്തെ ആ ശാന്തതയ്ക്കൊക്കെ ശേഷം ഈ ഭക്തർ ഒഴുകിയെത്തുന്ന കാഴ്ചയാകും ശബരിമല കാണുന്നത്.